വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ഇപ്പോൾ വരുന്ന വാർത്തയാണ്. ഇത്രയും നേരം ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വറിനെ. തെളിവുകളടക്കം പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ വകുപ്പുകൾ അനുസരിച്ചാണ് ഈ കേസ് നിൽക്കുക ഇനി? സുജ, ഇപ്പോൾ തെളിവുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ആ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BNS 75 പ്രകാരമാണ് ഈ അറസ്റ്റ്. ഇപ്പോൾ ആ വകുപ്പ് കൂടി ചേർത്ത്, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ BNS 72, അതിനോടൊപ്പം തന്നെ BNS 79, BNS 351 എന്നീ 3 വകുപ്പുകളായിരുന്നു. അതുകൂടാതെ IT ആക്ട് ഇപ്പോൾ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇനിയിപ്പോൾ നാളെ ആയിരിക്കില്ലേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? അതെ സുജിയ, നാളെ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കും എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ വിവരം. ഇന്ന് രാത്രി തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കും എന്ന കാര്യം കൂടി നമുക്ക് ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഗോപാൽ ശീലാസനൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈബർ പോലീസിന്റെ നടപടി അതിജീവിതയുടെ പരാതിയിലാണ്. രാഹുൽ ഈശ്വറിന്റെ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്ത് പരിശോധിച്ച ശേഷമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BNS 75/3 ആ വകുപ്പ് കൂടി ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയതിൽ എടുത്തിരിക്കുന്ന വകുപ്പ് അത് ജാമ്യമില്ലാ വകുപ്പാണ്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഇപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ച പരാതിയിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു, ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തി. ഈ 3 കുറ്റങ്ങളാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യുകയായിരുന്നു. തെളിവുകളടക്കം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ മാത്രമല്ല, ഈ കേസിൽ മറ്റ് പ്രതികളുമുണ്ട്. ആകെ 5 പ്രതികളാണ്. അതിൽ ഒരാളുടെ 2 പ്രൊഫൈലുകളാണ്. അങ്ങനെയാണ് 5 പ്രതികൾ ഈ കേസിൽ വരുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ, സ്ത്രീത്വത്തെ അപമാനിച്ച, ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു.